ഹായ് MKN വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രോഷറ്റ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ചെയിൻ സ്റ്റിച്ചാണ്. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അതിനുശേഷം സിംഗിൾ ക്രോഷ്യ പഠിച്ചു. അത് കഴിഞ്ഞ് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് പഠിച്ചത്. അതിനുശേഷം ഡബിൾ ക്രോഷ്യ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് മാജിക് റിംഗ് ആണ്. എങ്ങനെയാണ് മാജിക് റിംഗ് തയ്ക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിനാണ് മാജിക് റിംഗ് യൂസ് ചെയ്യുക? നമ്മളൊരു തൊപ്പി തയ്ക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഗ്രാനി സ്ക്വയർ തയ്ക്കുമ്പോൾ, നമുക്ക് ചതുരത്തിൽ അല്ലെങ്കിൽ റൗണ്ടിൽ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ തുന്നിയെടുക്കുമ്പോൾ നമുക്കതിന് ആദ്യം വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാജിക് റിംഗ് തയ്യാറാക്കുക. അതിൽ നമ്മൾ ഒന്നെങ്കിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യും, അതല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യ ചെയ്യും. നമ്മളുടെ വർക്കിൻ്റെ പ്രൊജക്റ്റിൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റിച്ചുകൾ തീരുമാനിക്കുന്നത്. നമ്മൾ ഈ സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്യുമ്പോഴും ഡബിൾ ക്രോഷ്യ യൂസ് ചെയ്യുമ്പോഴും സ്റ്റിച്ചുകളുടെ എണ്ണത്തിൽ നമ്മൾ വ്യത്യാസം വരുത്തുന്നുണ്ട് മാജിക് റിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് മാജിക് റിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ ഇട്ടിട്ടുള്ള ക്രോഷ്യ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടർന്ന് നമുക്ക് ഓരോ പ്രൊജക്റ്റുകളും കാര്യങ്ങളുമായിട്ട് ക്രോഷ്യ വർക്കുകൾ ചെയ്യാം. ഞാൻ ഇന്നും എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ യാണാണ്. അതുപോലെ തന്നെ 8mm ഹുക്കും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അക്രിലിക്കിൽ ചെയ്യുക, അതിനനുസരിച്ചുള്ള ഹുക്ക് യൂസ് ചെയ്യുക. സൃഷ്ടി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന ഷോപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്രോഷറ്റിൻ്റെ ആണെങ്കിലും അതല്ല നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏത് ഒരു ക്രാഫ്റ്റിൻ്റെ ആണെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാജിക് റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വിരലിൽ ഒരു തവണ ചുറ്റിയെടുക്കുക. എന്നിട്ട് ആദ്യം ചുറ്റിയതിൻ്റെ ഉള്ളിലൂടെ രണ്ടാമത്തതിനെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ നമ്മൾ ഇങ്ങനെ ലൂസ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക, ഈ ഒരു ലൂപ്പ് മാത്രം ആക്കിയിട്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പിടിക്കേണ്ടത്. പിടിച്ചിട്ട് ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഇതിനുള്ളിലൂടെ ഇട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഇതിൽ നമുക്കൊരു 6 സിംഗിൾ ക്രോഷ്യ, ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തു. ഇനി ഒരു 6 സിംഗിൾ ക്രോഷ്യ നമുക്ക് ഈ റൗണ്ടിനകത്ത് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. നാല്. ഇനി നമുക്ക് ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ ഈ കാണുന്ന യാണിനെ നമുക്കൊന്ന് പതുക്കെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഒന്ന് ചെറുതാവും. യാണ് നമുക്ക് ഇത്രയും നീളം കിട്ടും. ഇപ്പോൾ 4 എണ്ണമായി. ഇനി 5ാമത്തത് ചെയ്യാം. അഞ്ചെണ്ണം ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ. നമ്മളിപ്പോൾ 6 എണ്ണം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാണിനെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കൂടി വരും. എന്നിട്ട് നമുക്കിതിൽ ആദ്യം കാണുന്ന ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യത്തെ ലൂപ്പിനുള്ളിലൂടെ എടുത്തു.
രണ്ടാമത്തെ ലൂപ്പിനുള്ളിലൂടെയും കൂടെ എടുത്ത് സിംഗിൾ ക്രോഷ്യ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടല്ലോ, സിംഗിൾ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് റിങ് വിത്ത് സിംഗിൾ ക്രോഷ്യ. എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.